60ാം വാർഷികാഘോഷ നിറവിൽ നിൽക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാളെ പൂർവ്വ വിദ്യാർത്ഥി മെഗാ സംഗമം നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുക. 1000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ സമ്മേളിക്കുക. കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ എന്ന വരികൾ മലയാളിക്ക് സമ്മാനിച്ചത് ജ്ഞാനപീഠ ജേതാവ് ONV കുറുപ്പാണ്. അതേ ONV കുറുപ്പ് മലയാള വിഭാഗം മേധാവിയായി അധ്യാപനം നടത്തിയ മീഞ്ചന്തയിലെ കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 60ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. 1964 ഓഗസ്റ്റ് 10 മാനാഞ്ചിറയ്ക്ക് സമീപമുള്ള ട്രെയിനിങ് കോളേജിലും പിന്നീട് മോഡൽ ഹൈസ്കൂളിലുമായി ആരംഭിച്ച ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആദ്യകാലത്ത് പ്രീ ഡിഗ്രി കോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വളർച്ചയുടെ പടവുകൾ താണ്ടിയ ഈ സർക്കാർ കലാലയം 12 ബിരുദ കോഴ്സുകളും 8 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും 7 ഗവേഷണ കേന്ദ്രങ്ങളുമായി മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്തെ അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ്. 60 ആണ്ട് പിന്നിടുന്ന ഈ കലാലയത്തിന്റെ നാൾവഴികളെ ആഘോഷിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ. ഇതിനായി അവർ സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ മെഗാ സംഗമം ഒരുക്കുകയാണ്. ഇതുവരെയായി കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ 1,00,000-ലധികം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി 1000-ലധികം പേർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എത്തുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പ്രിയ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ അക്കാദമികമായിട്ട് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് 64 സ്ഥാപിതമായി ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ അത്രയും വലിയ വിദ്യാർത്ഥി സമ്പത്തും അധ്യാപക സമ്പത്തും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ സർക്കാർ കലാലയം എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 50,000-ഓളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോയി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചിതറിത്തെറിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ ഈ വ്യത്യസ്ത ഭാഗങ്ങളിലായി കിടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തിനെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ മെഗാ അലൂമിനി മീറ്റ് വിളിച്ചു ചേർക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുപാട് പരിമിതികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഈ ഒരു മെഗാ അലൂമിനി മീറ്റ് സംഘടിപ്പിക്കുന്നതിലൂടെ ഉണ്ട്. ഈ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി മലയാള ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് തിലകച്ചാർത്തായി തീർന്ന ഗിരീഷ് പുത്തഞ്ചേരി ഉൾപ്പെടെയുള്ള മൺമറഞ്ഞുപോയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മകളും മെഗാ സംഗമത്തിൽ നിറയും. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന കൽപ്പറ്റ നാരായണൻ, MN കാരശ്ശേരി, ഹമീദ് ചേന്നമംഗലൂർ തുടങ്ങിയ കോളേജിലെ പൂർവ്വ അധ്യാപകരുടെ സംഭാവനകളും മെഗാ സംഗമത്തിൽ ചർച്ചയാകും. വ്യത്യസ്തങ്ങളായ കലാപരിപാടികളുടെ അവതരണവും ഉണ്ടാകുമെന്നും സംഗമം ജനറൽ കൺവീനർ PM പ്രഭാകരൻ പറഞ്ഞു. വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് സയൻസ് കോളേജ് ഒരുക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മഹാസംഗമമാണ്. ഈ സംഗമത്തിൽ 1000-ലധികം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതാണ്. വിവിധ പരിപാടികളാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 8:30 രജിസ്ട്രേഷൻ തുടങ്ങി വൈകിട്ട് 8 മണി വരെ നിരവധി പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അത് അവതരിപ്പിക്കുന്നതാണ്. കോളേജിന്റെ ഭാവി വികസനം കൂടിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം മധുരമായ ഓർമ്മകളുടെ പങ്കുവെക്കലും ഒത്തുചേരലും. ചിരിച്ചും കളിച്ചും പഠിച്ചും ഊഞ്ഞാലാടിയുമെല്ലാം ആസ്വദിച്ചിരുന്ന ആ കലാലയ കാലഘട്ടം ഒരിക്കൽ കൂടി തിരികെ പിടിക്കുകയാണ് കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. അതിനായി ഈ തൊഴിലാളി ദിനത്തിൽ അവർ ഒരുമിക്കുകയാണ്. വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR.